ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കൂൺ വരട്ടിയതാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇതിൻ്റെ പുറത്തെ തൊലി കളയണം. അത് കഴിഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഈ പരുവത്തിൽ വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ പരുവത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് പറയുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച സവോളയും കഴുകി വെച്ച് വെള്ളം വാർത്തെടുത്ത കൂണും ഇത്തിരി ഉപ്പും ചേർത്ത് വെച്ച് വേവിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നത് കാണാം. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അതിന് നേരം വേവേണ്ട ആവശ്യമില്ല, കാരണം ഇതിന് ഒത്തിരി വേവില്ലാത്തതാണ്. കൂണിന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് ഈ വെന്ത കൂണിലേക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും അത്യാവശ്യം നല്ലപോലെ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി വരട്ടിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞ് വരും. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് അല്പം മുമ്പായിട്ട് ഗരം മസാലപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല സൂപ്പർ സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു കൂൺ വരട്ടി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കറിയാണിത്.